ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 9ൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ പറഞ്ഞ് തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഗൗതമ ബുദ്ധനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ പഴയ പേരെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ എന്നാണ് ഒറിജിനൽ ആയിട്ടുള്ള പേര്. അദ്ദേഹത്തിനെ കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സിദ്ധാർത്ഥൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാരിയറ്റിൽ, അദ്ദേഹത്തിൻ്റെ രഥത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രീറ്റിലൂടെ അതായത് അദ്ദേഹം താമസിക്കുന്ന ആ ഒരു ഏരിയയിലുള്ള സ്ട്രീറ്റിലൂടെ അദ്ദേഹം ട്രാവൽ ചെയ്തിരിക്കുമോ. കാരണം നേരത്തെ അദ്ദേഹം ഒരു മഹാരാജാവായിരുന്നു. അപ്പം തൻ്റെ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുവാണ്, തൻ്റെ സ്ട്രീറ്റിലൂടെ ട്രാവൽ ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം വളരെ ഒരു പ്രായം ചെന്നൊരു മനുഷ്യനെ കണ്ടു. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് വളരെ താഴ്ന്ന് വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനെ എന്ത് ചെയ്തു, അദ്ദേഹം കണ്ടു. കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്ങോട്ട് സഞ്ചരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു, വേറൊരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം വളരെ എന്തോ ഒരു വലിയൊരു ബുദ്ധിമുട്ട്, വലിയൊരു പനി, സീരിയസ് ആയിട്ട് എന്തോ ഒരു അസുഖം ബാധിച്ച ഒരു മനുഷ്യനെ കണ്ടു. ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ ഒരു മനുഷ്യൻ. കുറച്ചുകൂടെ കഴിഞ്ഞു അദ്ദേഹം പിന്നെയും ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ശവം കണ്ടു. ഒരു വെള്ള തുണിയിലൊക്കെ കവർ ചെയ്ത് കൊണ്ടുവന്ന് ആൾക്കാരുടെ തോളെ വെച്ചുകൊണ്ട് അത് ആ ശവം ട്രാവൽ ചെയ്തുകൊണ്ട് ആ ശവത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്ത് പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ കുറേ കാഴ്ചകൾ ആര് കണ്ടു? ഗൗതമ ബുദ്ധൻ കണ്ടു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്താണിത്, എന്തുവാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ ആലോചിച്ചു. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു സന്യാസിയെ കണ്ടു. സന്യാസി അല്ലെങ്കിൽ പ്രായം ചെന്നൊരു മനുഷ്യൻ അങ്ങനെയൊക്കെ പറയാം. അപ്പം അയാൾ എന്ത് ചെയ്യുവാണ്, അവിടെ ആ സ്ട്രീറ്റിലിരുന്ന് അദ്ദേഹം ബെഗ് ചെയ്യുക, ഇങ്ങനെ യാചിക്കുവാണ് എല്ലാവരോടും. അപ്പോൾ സിദ്ധാർത്ഥൻ എന്ത് ചെയ്തു, സെയിൻറ്റിനെ കണ്ടപ്പോഴത്തേക്ക്, ആ സന്യാസിയെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് എന്തോ അദ്ദേഹത്തിനോട് മിണ്ടണമെന്നോ അങ്ങനെ എന്തൊക്കെയോ സിദ്ധാർത്ഥന് തോന്നി. പക്ഷേ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കാമായിട്ട് ഹാപ്പി ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ആ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം സന്യാസി അവിടെ ഭയങ്കര ഹാപ്പിയാണ്. സന്യാസി അവിടെ നിന്ന് ബെഗ് ചെയ്യുന്നുണ്ട്, യാചിക്കുന്നുണ്ട്, അത്രയുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര കാമാണ്. ഭയങ്കര ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം ഈ വഴി സഞ്ചരിച്ച് വന്നപ്പോഴത്തേക്കും അദ്ദേഹം ആദ്യം കണ്ട 2-3 മനുഷ്യരെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ആൾക്കാരെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സന്യാസി അങ്ങനെയല്ല. ഒരു തരത്തിലുള്ളൊരു പ്രശ്നം പോലും സന്യാസിയുടെ മുഖത്തുണ്ടായിരുന്നില്ല. സന്യാസി ഭയങ്കര കൂളാണ്, അവിടെ നിന്ന് യാചിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പം ഗൗതമ ബുദ്ധൻ, അതായത് സിദ്ധാർത്ഥൻ എന്ത് തോന്നി, ഇതാണ് അദ്ദേഹത്തിനെ എന്ത് ചിന്തിപ്പിച്ചത്? അസറ്റിസിസം, സന്യാസമാണ് സമാധാനം അച്ചീവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് എന്ത് ചെയ്തു, ഈ ഒരു സന്യാസിയെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്, തോന്നിയത്. സന്യാസം സ്വീകരിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളൊരു പദവിയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇവർക്കാർക്കൊരു സമാധാനമില്ല. അപ്പോൾ സമാധാനം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അച്ചീവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? സന്യാസം അച്ചീവ് ചെയ്യണമെന്നാണ് ഗൗതമ ബുദ്ധൻ പറഞ്ഞത്. ഇത് ജസ്റ്റ് ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ഫിലോസഫറാണ്. ഇന്ത്യയിൽ 6ാമത്തെ സെഞ്ച്വറി BC താമസിച്ചിരുന്ന ഒരു ഗ്രേറ്റ് ഫിലോസഫറാണ്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. അതായത് ഒരു റിച്ച് ആയിട്ടുള്ള, ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ജീവിതം, ഒരു രാജാവ് എന്ന് പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ ഒരു രാജകുമാരൻ എന്ന് പറഞ്ഞ രീതിയിൽ അത്രയും വലിയ സുഖ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ജീവിതം ഇഷ്ടപ്പെടാഞ്ഞിട്ട് ജീവിതം മാറ്റിമറിച്ച് സന്യാസത്തിലോട്ട് പോയ ഗൗതമ ബുദ്ധൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആൾക്കാർക്കൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും മാറ്റിക്കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം സമാധാനം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് തിരിയുവാണ്? സന്യാസത്തിലോട്ട് തിരിയുക. അങ്ങനെയാണ് അദ്ദേഹം എൻലൈറ്റ്മെൻറ്റ്, ബോധോദയമൊക്കെ അദ്ദേഹത്തിന് വരുന്നതൊക്കെ ആ ഒരു സമയത്താണ്. എന്നിട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ പിന്നെ എന്ത് പേരിലോട്ട് വിളിക്കുന്നത്? സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ പേര് മാറി ഗൗതമ ബുദ്ധൻ എന്ന് പറഞ്ഞ ഒരു പേരിലൂടെ നമ്മൾ അദ്ദേഹത്തിനെ പിന്നെ വിളിക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു കഥയാണ്. 6ാമത്തെ സെഞ്ച്വറി BC എന്ന് പറയുന്നത് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള, എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളൊരു പീരീഡാണ്. ലോക ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് വർദ്ധമാന മഹാവീരനും അതുപോലെ തന്നെ ഗൗതമ ബുദ്ധനും, ഇന്ത്യയിലുള്ള 2 മഹത് വ്യക്തികളാണ് ഇവർ രണ്ടുപേരാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറാനിലെ സരതുഷ്ട്രയും, അതേപോലെ തന്നെ ചൈനയിലെ കൺഫ്യൂഷ്യസും, അതുപോലെ തന്നെ ഗ്രീസിലെ ഹെറാക്ലിറ്റസും
പലതരത്തിലുള്ള ഐഡിയാസ് സ്പ്രെഡ് ചെയ്തു. അതായത് അവരവർക്ക് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണോ പറയാനുള്ളത്, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ബോധോദയം കാര്യങ്ങളും യുക്തിപരമായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളും ബോധോദയമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിലൂടെ അവരുടെ നിരീക്ഷണങ്ങളും അവരനുഭവിച്ചറിഞ്ഞ പല കാര്യങ്ങളും പലതരത്തിലുള്ള പുതിയ പുതിയ ഐഡിയാസായിട്ട് ലോകത്തിലോട്ട് പറഞ്ഞു വിട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു 6ാമത്തെ സെഞ്ച്വറി എന്ന് പറയുന്നത്. ഗൗതമ ബുദ്ധനെ പോലെ തന്നെ ഓരോ തരത്തിലുള്ള അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുള്ള ഓരോ മഹത് വ്യക്തികളാണ് ഈ കൺഫ്യൂഷ്യസും സറാതുഷ്ട്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പല രീതിയിലുള്ള ചേഞ്ചസ് ആണ് എക്കണോമിക്കായിട്ടും പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ ലോകത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ രാഷ്ട്രതന്ത്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രം കൈകാര്യം അല്ലെങ്കിൽ ഒരു രാജ്യം നോക്കുന്നതിലൊക്കെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലൊക്കെ ഗവൺമെൻറ്റിൽ ഡെമോക്രസിയിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ മഹത്തായിട്ടുള്ള വ്യക്തികളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഓരോ രാജ്യത്തുണ്ടായ മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. അതായത് പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മന്ത്രിമാർ രാജ്യം എങ്ങനെയാണ് ഭരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് ഐഡിയോളജിക്കൽ റവല്യൂഷൻ ഇൻ ദ ഗംഗ ബേസിൻ. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് എടുത്ത് കൈ വെച്ചിട്ട് വേണം ഇത് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാത്തിന് ഞാൻ ഓരോ വരിയുടെയും അർത്ഥം പറഞ്ഞിട്ടാണ് പോകുന്നത്. സോ ടെക്സ്റ്റ് എടുത്ത് കൈ വെച്ചാണോ. ഐഡിയോളജിക്കൽ റവല്യൂഷൻ ഇൻ ദ ഗംഗ ബേസിൻ. ഗംഗ ബേസിനിലുള്ള ഒരു ഐഡിയോളജിക്കൽ റവല്യൂഷൻ. റവല്യൂഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, വിപ്ലവമായിരിക്കും. ഐഡിയോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓരോരുത്തരുടെയും ആശയപരമായിട്ടുള്ള രീതിയിലുള്ള റവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 6ാം സെഞ്ച്വറി BC മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഗംഗാ നദിയുടെ ആ ഒരു ബേസിൻ്റെ ആ ഒരു ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ തരത്തിലുള്ള ഐഡിയാസ് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഗംഗാ ബേസിൽ താമസിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ഐഡിയാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെയും അതേപോലെ തന്നെ ഓരോ തരത്തിലുള്ള വികസനത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു അവരുടെ തലയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആൾക്കാരെ പുതിയ പുതിയ ഐഡിയാസിലോട്ട് എത്തിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് പറയുന്നത് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം, അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയത്, ട്രേഡും സിറ്റീസും ഒക്കെ ഭയങ്കരമായിട്ട്, കച്ചവടങ്ങളും നഗരങ്ങളും ഭയങ്കരമായിട്ട് വളർന്നു. ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയ രീതിയിൽ പുതിയ പുതിയ ഐഡിയാസൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഐഡിയാസിലോട്ടൊക്കെ ആൾക്കാർ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം നമ്മൾ കുറേ നാളൊരു റൂറൽ ഏരിയയിൽ തന്നെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വികസനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകും. നമ്മളൊരു മാറ്റത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആഗ്രഹിക്കത്തില്ല. പക്ഷേ ഒരു സിറ്റി ആയി കഴിയുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നമ്മുടെ മുന്നിൽ വരും. അതങ്ങനെ അവിടെ വികസനം ഉണ്ടാകുന്നുണ്ട്. സോ വികസനം ഉണ്ടാകുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ പുതിയ പുതിയ തരത്തിലുള്ള ഐഡിയാസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ആൾക്കാരുടെ മനസ്സിൽ ഓരോരോ തരത്തിലുള്ള ഐഡിയാസ് വന്നു. സോ എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഐഡിയാസ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 3 ഫാക്ടേഴ്സ് കാരണമാണ്. 6ാമത്തെ സെഞ്ച്വറി BC ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു സോഷ്യോ എക്കണോമിക് സിസ്റ്റം, കൃഷിയും അതുപോലെ തന്നെ ആനിമൽ റിയറിങ് അതായത് മൃഗപരിപാലനം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പുതിയ രീതിയിലുള്ള ഒരു സോഷ്യോ എക്കണോമിക് സിസ്റ്റം 6ാമത്തെ സെഞ്ച്വറിയിൽ വന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വേദിക് പ്രാക്ടീസ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് വേദിക് പ്രാക്ടീസ് അതായത് ലേറ്റർ വേദിക് പീരീഡും ഏർലി വേദിക് പീരീഡിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു വേദിക് പീരീഡിലെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യോജിച്ച് പോകുന്നതായിരുന്നില്ല. കാരണം ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അതായത് വേദിക് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് റിച്വൽസിനും ആനിമൽ സാക്രിഫൈസസിനും വേദിക് പ്രാക്ടീസസ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. മൃഗങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നതിനോടും റിച്വൽസിനോടും ആചാരങ്ങൾക്കുമായിരുന്നു വേദിക് പ്രാക്ടീസസ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷേ നമ്മൾ അഗ്രികൾച്ചറിനും അതേപോലെ തന്നെ കാറ്റിൽ റിയറിങ്ങിനും പ്രാധാന്യം കൊടുത്തപ്പോൾ അവിടെ നമ്മൾ ആനിമലിനെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമോ, ആനിമലിന് ബലി കൊടുക്കാൻ പറ്റുമോ, പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഗ്രികൾച്ചർ കൃഷി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെയ്യുമ്പം ഉറപ്പായിട്ട് നമ്മളവിടെ ആരെ കൂടെ നമ്മൾ പശു, ആട് അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളോട് നമ്മൾ എന്ത് ചെയ്യും, വളർത്താറുണ്ട്. സോ അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പം അവിടെ ആനിമൽ സാക്രിഫൈസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ വേദങ്ങൾ പറയുന്നത് കേൾക്കണോ, വേദങ്ങളിനകത്തുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ, ആ ഒരു സമയത്ത് നിലനിൽക്കുന്ന പല രീതിയിലുള്ള ആചാരങ്ങളിനകത്തും പറയുന്ന കാര്യങ്ങളും അവരുടെ ട്രഡീഷൻസും അവർ പറയുന്ന ഈ ഒരു ആനിമൽ സാക്രിഫൈസ് ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് കൃഷി വേണം, കൃഷി ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മൃഗപരിപാലനം നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ഉള്ള മൃഗങ്ങളെല്ലാം എന്ത് ചെയ്യുക, ബലി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിൽ നിന്നുള്ള വരുമാനം അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വേദിക് പീരീഡിനെതിരെ എന്ത് ചെയ്യാൻ തുടങ്ങി, ചിന്തിക്കാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ വേദങ്ങൾക്കെതിരെ അല്ല ആ വേദിക് റിച്വൽസിനെതിരെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി.
അപ്പോൾ ആ ഒരു സമയത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഈ വൈശ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈശ്യാസ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള കച്ചവടത്തിലൊക്കെ ഭയങ്കര ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായ ആൾക്കാരാണ്. അവർക്ക് സമൂഹത്തിൽ അത്യാവശ്യം ഇച്ചിരി നല്ലൊരു നിലവിലുണ്ട്. കാരണം കച്ചവടം ചെയ്ത് ഭയങ്കരമായിട്ടൊരു ഒരു പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്. ഒരു ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഓക്കുപൈ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു വൈശ്യാസ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ 2-3 ക്ലാസ്സസ്, അതായത് വർണ്ണ സിസ്റ്റം നമ്മൾ പറയുമ്പോൾ ഏതൊക്കെ ക്ലാസ്സസാണ് പറയുന്നത്? ബ്രാഹ്മണ, വൈശ്യ, ശൂദ്രാസ്, ക്ഷത്രിയാസ്, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വർണ്ണ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടാത്ത 2-3 ക്ലാസ്സസ് കൂടെ ആ ഒരു കാലഘട്ടത്തിൽ എമർജ് ചെയ്തു. ആ ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് റിച്ച് ഗഹബദീസ് എന്ന് പറയും. അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ക്ലാസ്സസ് എമർജ് ചെയ്തു. ഈ ഒരു വർണ്ണ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുന്ന ഈ 4 എണ്ണം അല്ലാതെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്തു ആ ഒരു സമയത്ത് വന്നു. അപ്പോൾ ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് റിച്ച് ഗഹബദീസ് എന്ന് പറയും. ഓർത്ത് എഴുതണം, അണ്ടർലൈൻ ചെയ്തോണം, റിച്ച് ഗഹബദീസ് എന്ന് പറയും. ഇവർ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കച്ചവടമാണ്. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട്? ഭൂമിയും ഉണ്ട്. അണ്ടർലൈൻ ചെയ്തോണം, അവർ കച്ചവടം ചെയ്തിരുന്നു, അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയും ഉണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ അവർ ഫിനാൻഷ്യലി ഭയങ്കര ഉയർന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ അവർക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? പുതിയ കോൺസെപ്റ്റുകൾ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു വൈശ്യാസ് എന്ന് പറയുന്നത് അത്യാവശ്യം സമൂഹത്തിൽ നല്ല രീതിയിലുള്ള നിലയും വിലയും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് പുതിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്നത്. അവർ അത്യാവശ്യം റിച്ച് ഗഹബദീസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിൽ അവർക്കൊരു ഹയർ പൊസിഷനുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയ രീതിയിലുള്ള കോൺസെപ്റ്റുകൾ ആൾക്കാരുടെ മനസ്സിലോട്ട് വരാനായിട്ട് തുടങ്ങി. ഇനി നമുക്ക് ജൈനിസം എന്ന് പറയുന്നത് എന്തോന്നുള്ളത് നോക്കാം. ജൈനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ജസ്റ്റ് അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളുമാണ്. ഇനി ജൈനിസം എന്തോന്നുള്ളത് നമുക്ക് നോക്കാം. വർദ്ധമാന മഹാവീരൻ ജനിക്കുന്നത് കുണ്ടഗ്രാമ, വൈശാലി, ബീഹാറിനടുത്തുള്ള വൈശാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കുണ്ടഗ്രാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ജൈനിസത്തെ സംബന്ധിച്ച് നോക്കുമ്പം വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത് 24ാമത്തെ തീർത്ഥങ്കാരയാണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോണം. വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത് 24ാമത്തെ തീർത്ഥങ്കാരാണ്. എന്താണ് തീർത്ഥങ്കാരാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തീർത്ഥങ്കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു അറ്റൻഡ് വിസ്ഡം ത്രൂ അസറ്റിസിസം, അതായത് സന്യാസത്തിലൂടെ വിസ്ഡം കൈവരിച്ച ആൾ, സന്യാസത്തിലൂടെ ഭയങ്കര പ്രാവീണ്യം നേടിയ ഒരു വ്യക്തി. ആ വ്യക്തിയാണ് നമ്മൾ തീർത്ഥങ്കാര എന്ന് വിളിക്കുന്നത്. അങ്ങനെ 24ാമത്തെ തീർത്ഥങ്കാരയാണ് നമ്മുടെ മഹാവീരൻ എന്ന് പറയുന്നത്. 24 തീർത്ഥങ്കാരാസാണ് ജൈനിസത്തിനകത്തുള്ളത്. ഋഷഭദേവയാണ് ആദ്യത്തെ തീർത്ഥങ്കാര. 23ാമത്തെ തീർത്ഥങ്കാര എന്ന് പറയുന്നത് പാർശ്വാനന്ദയാണ്. വർത്തമാന മഹാവീരൻ എന്ന് പറയുന്നത് അവസാനത്തെ 24ാമത്തെ തീർത്ഥങ്കാരാണ്. മഹാവീരനാണ് എന്തിൻ്റെ ഐഡിയ കൊണ്ടുവന്നത്? ജൈനിസം എന്ന് പറഞ്ഞ ഐഡിയ കൊണ്ടുവന്നത് വർത്തമാന മഹാവീരനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹമാണ് ഇങ്ങനത്തെ രീതിയിലുള്ള ഈ ഒരു ജൈനിസത്തിൻ്റെ മെയിനായിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് വർത്തമാന മഹാവീരനാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി വർത്തമാന മഹാവീരൻ്റെ മെയിനായിട്ടുള്ള 2-3 പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അദ്ദേഹം ജനിക്കുന്നത് വൈശാലിയിലാണ്. അദ്ദേഹത്തിന് നമ്മൾ അറിയപ്പെടുന്നത് മഹാവീരനെന്നും ജിന എന്നും നമ്മൾ അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം നിർവ്വാണം അറ്റൈൻ ചെയ്തത്, അതായത് ഒരു ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പവ, അതായത് പാട്നയ്ക്കടുത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിർവ്വാണം അറ്റൈൻ ചെയ്ത ആ ഒരു കാലഘട്ടം, ലാസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ജൈനിസത്തിൻ്റെ മെയിനായിട്ടുള്ള ഡോക്ട്രിൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിച്ചോണം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് ഇൻ ദിസ് വേൾഡ് എവ്രിതിങ് ഹാസ് ലൈഫ്. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് ഈ ലോകത്തിന് എല്ലാത്തിനും എന്തുണ്ട്? ജീവനുണ്ട്. എല്ലാത്തിനും ഓരോ ജീവനുണ്ട്, എല്ലാത്തിനും ലൈഫുണ്ട്. 2, ഡു നോട്ട് ഹാം എനി ലിവിങ് ബീങ്സ്. ജീവനുള്ള ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. മൂന്നാമതായിട്ട് പറയുന്നത് ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ. ബർത്ത് എന്ന് പറയുന്നതും ജനനം എന്ന് പറയുന്നതും റീബർത്ത് എന്ന് പറയുന്നതും രണ്ടാമതൊരു ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് എന്ന് പറയുന്നതും ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ചാണ്. നമ്മുടെ ജനനമെന്നും അതുപോലെ തന്നെ റീബർത്ത് എന്ന് പറയുന്നതും നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ചാണ്. ഈ 3 കാര്യങ്ങളാണ് ജൈനിസത്തിൻ്റെ ഡോക്ട്രിൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് മഹാവീരൻ മെയിനായിട്ട് 3 പ്രിൻസിപ്പിൾസാണ്. മോക്ഷം അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സാൽവേഷൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മോക്ഷം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് 3 മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് റൈറ്റ് ബിലീഫ്, നല്ല രീതിയിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാം. റൈറ്റ് നോളജ്, നല്ല അറിവ്, കറക്റ്റായിട്ടുള്ള അറിവ് വേണം. റൈറ്റ് ആക്ഷൻ, കറക്റ്റായിട്ടുള്ള പ്രവൃത്തി. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സാൽവേഷൻ, മോക്ഷം അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പോൾ ഇതിനെ അദ്ദേഹം വിളിക്കുന്ന പേരാണ് ത്രിരത്നാസ് എന്ന് വിളിക്കുക. 3 എണ്ണം അല്ലേ, ത്രിരത്നാസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, എന്താണ് ത്രിരത്നാസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം, എന്താണ് മഹാവീരൻ പറഞ്ഞ മോക്ഷം അറ്റൈൻ ചെയ്യാനുള്ള 3 വഴികൾ എന്തൊക്കെയാ? റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രിരത്നാസ്. മനസ്സിലായല്ലോ? അപ്പം മഹാവീരൻ്റെ ഐഡിയാസ് എന്ത് ചെയ്തു? ആൾക്കാരുമായിട്ടൊക്കെ ഷെയർ ചെയ്തത് ഏത് ഭാഷയിലാണ്? പ്രാകൃത് ലാംഗ്വേജിലാണ് എന്ത് ചെയ്തത്? അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ വെച്ചാൽ പോരല്ലോ, ആൾക്കാരോട് പറയണമല്ലോ. എന്നാൽ മാത്രമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നമ്മൾ നേരത്തെ പോലെ തന്നെ വൈശ്യാസും അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന ഗഹാബദ്ദീസും എന്ത് ചെയ്തു? ഇത് ഓക്കെ പറഞ്ഞെന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ്? ഇവരുടെ ഐഡിയാസ് പറഞ്ഞു കൊടുത്തത് ഏത് ഭാഷയിലാണ് മഹാവീരൻ പറഞ്ഞു കൊടുത്തത്? പ്രാകൃത് ലാംഗ്വേജിലാണ് പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ ജെയിനിസം അനുസരിച്ച് മോങ്സ് ആൻഡ് നൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിമാരും സന്യാസിനികളും ഉണ്ടല്ലോ, ആണും പെണ്ണും ഇത് സന്യാസിയായിട്ടിരിക്കുന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെയിനായിട്ട് 5 കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം? മെയിനായിട്ട് അവർ പാലിച്ചിരിക്കണം. എന്തൊക്കെയാണ്? 1, ഡോണ്ട് കിൽ എനിത്തിങ്, ഒന്നിനെയും കൊല്ലാൻ പാടില്ല. ഡോണ്ട് സ്റ്റീൽ, ഒന്നും മോഷ്ടിക്കാൻ പാടില്ല. ഡോണ്ട് ലൈ, കള്ളം പറയാൻ പാടില്ല. ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി, സ്വന്തമായിട്ട് അവരുടെ പേരിൽ വസ്തു കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്രാക്ടീസ് സെലിബസി, അതായത് സന്യാസവും കാര്യങ്ങളുമായിട്ട് സമാധാനത്തെ എന്ത് ചെയ്യുക? മുന്നോട്ട് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോവുക. അതാണ് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും 2 സെക്സ്, അതായത് 2 എണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 എണ്ണം, അതായത് ജൈനിസത്തിനകത്ത് തന്നെ 2 ഗ്രൂപ്പ് എന്ത് ചെയ്തു? ഫോം ചെയ്തു. 1 ശ്വേതാംബരാസ്, 2 ദിഗംബരാസ്. അപ്പോൾ കുറേ നാളിന് ശേഷം ജൈനിസത്തിനകത്ത് 2 സെക്സ് ഫോം ചെയ്തു. ഒന്നാണ് ശ്വേതാംബരാസ്, 2 ദിഗംബരാസ്. അപ്പോൾ അങ്ങനെ 2 രീതിയിലുള്ളൊരു ഗ്രൂപ്പ് എന്ത് ചെയ്തു? ജൈനിസത്തിനകത്ത് ഫോം ചെയ്തു. അതുമാത്രമല്ല അവരുടെ പ്രിൻസിപ്പൾ നോൺ വയലൻസാണ്, അഹിംസയാണ്, ആരെയും ഉപദ്രവിക്കാനൊന്നും പാടില്ല. അങ്ങനത്തെ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ആര് പറയുന്നുണ്ട്? ജൈനിസം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഇന്ത്യൻ ഫിലോസഫിയുടെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ജൈനിസത്തിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, കേരള ആൻഡ് ജൈനിസം എന്ന് പറഞ്ഞുകൊണ്ട്. ജൈനിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലോട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ആശയമാണ് ജൈനിസം. കേരളത്തിലും അതിൻ്റെ ആ ഒരു ആശയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വയനാട് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജൈന സെൻറ്ററാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജൈന അമ്പലങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. വയനാട്ടിലെ ഒരു ജൈന അമ്പലത്തിൻ്റെ ഫോട്ടോ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കെ. സോ ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി, കാരണം കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗൗതമ ബുദ്ധനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലോ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിലോ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബുദ്ധനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.